ചെർപ്പുളശ്ശേരിയിലെ പുതിയ ട്രാഫിക് പരിഷ്കരണം വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിച്ചെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്ത്. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചതോടെ ടൗൺ മേഖലയിലെ കച്ചവടം ഗണ്യമായി കുറഞ്ഞതായി ആരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പുളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചതോടെ ടൗൺ മുതൽ നഗരസഭാ ഓഫീസ് വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടം ഗണ്യമായി കുറഞ്ഞതായി വ്യാപാരികൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് 3 തവണ പരാതി നൽകിയിട്ടും നഗരസഭയിൽ നിന്ന് ഫലപ്രദമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും KVVES ഭാരവാഹികൾ പറഞ്ഞു. മാറ്റം വന്നു. അതിന് മുമ്പ് വന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രയാസം വന്നപ്പോൾ വേറെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ പ്രയാസമുള്ള പ്രയാസം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത നാട്ടിലേക്ക് പോയിരുന്നു. ഇതിപ്പോൾ 31 കഴിഞ്ഞ് 31 പോലും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസം പോയി 20 തീയതി. അപ്പോൾ ആർക്ക് എല്ലാവരും പ്രയാസമില്ല. അപ്പോൾ ഞങ്ങളുടെ മാത്രം കാര്യം പറയാൻ പറ്റില്ല. അതുമായിട്ട് ഉദ്യോഗങ്ങളുടെ ബസ്സിലേക്ക് കൊടുക്കുന്നതാണ് ഞങ്ങളെയും കൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയാനായിട്ട് 20 ദിവസം 20 ദിവസം ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഒരു പരിഹാരം ആരായാലും എന്താ ചെയ്യാൻ പറ്റും? എന്തായിട്ടില്ല. അതേസമയം പഴയ ബസ് സ്റ്റാൻഡിന്റെ കാലപ്പഴക്കവും അപകട സാധ്യതയും പരിഗണിച്ചാണ് ബസ് സർവീസുകൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയതെന്ന് നഗരസഭ മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ് വ്യക്തമാക്കി. ബസ്സുകൾക്ക് തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നതിനായി മിഥില റെസിഡൻസി വഴിയുള്ള ഗതാഗത ക്രമീകരണം സംബന്ധിച്ച് നേരത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും യാത്രക്കാർക്കുള്ള ഇരിപ്പിടവും റൂഫിംഗ് സൗകര്യവും പര്യാപ്തമല്ലാത്തതിനാൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബസ് സ്റ്റാൻഡ് മാറ്റി അവിടെ തന്നെ ബസ്സുകൾ നമ്മൾ നേരത്തെ അമിക പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആലോചിച്ച് ബസ് കറങ്ങി തിരിഞ്ഞ് മിഥിലയുടെ അവിടെ നമ്മൾ തിരിച്ചു പോകേണ്ട സ്ഥിതി നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിച്ചു. ഈ തീരുമാനം എങ്ങനെ പൊളിഞ്ഞെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന് മുൻപ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ ഇരിപ്പിടം പോലും ആ ഹാൻഡ് റെയിലിനോട് ചേർത്തിട്ട് നമ്മൾ ഒരാൾക്ക് ഇരിക്കാൻ കുറച്ചൊരു ഒരടി വീതിയിലെങ്കിലും ആൾക്ക് നടക്കാൻ തടസ്സമില്ലാതെ ഇരിക്കാൻ ഇരിപ്പിടവും നമ്മുടെ VMA ഫാൻസി മുതൽ VMA ഫാൻസി മുതൽ അർഷല ഏജൻസി വരെ AKG റോഡ് വരേക്കുള്ള ഹാൻഡ് റെയിൽ വരെ ഇരിക്കാൻ ഇരിപ്പിടം, നേരെ മഴ വന്നു കഴിഞ്ഞാൽ റൂഫിംഗ് ഷീറ്റ്, ആ ഒരു ബെൻഡായിട്ടുള്ള റൂഫിംഗ് ഷീറ്റ്, അതിനൊക്കെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് പ്രൊജക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്കൂൾ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മൾ 28-ാം തീയതി യോഗം ചേർന്നിട്ടുണ്ട്. അന്ന് അമേരിക്ക യോഗത്തിൽ പങ്കെടുത്തില്ല. അന്ന് വ്യാപാരികളെ പ്രതിനിധിച്ച് ഇപ്പോൾ ശംസുക്ക വന്നിട്ടുണ്ട്. അന്ന് ആ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്ന് കൂടുതൽ ആശങ്ക പങ്കുവെച്ചത് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഹൈസ്കൂളിലും തൊട്ടപ്പുറത്തുള്ള പ്രൈവറ്റ് കോളേജുകളിലും ഹൈസ്കൂളിലും 3000-ലധികം കുട്ടികളുണ്ട്. ഇതിലിപ്പോൾ ഒരു 10-ലധികം കുട്ടികളും ബസ് യാത്ര ചെയ്തിട്ട് വരുന്നതല്ലായ ആ ഭാഗത്ത് വരുന്ന ആ ഭാഗത്ത് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരസഭ നടത്തിയ വിവിധ പരീക്ഷണങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് വ്യാപാരികളെയാണെന്ന് KVVES യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ് പറഞ്ഞു. നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നിവേദനം നൽകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ആണ് പുതിയ ട്രാഫിക് പരിഷ്കരണം ഇവിടെ ചെർപ്പശ്ശേരി ടൗണിൽ നടപ്പിലാക്കിയത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തീരുമാനം വളരെ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഈ കച്ചവടക്കാർ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ആയിട്ടും ടൗൺ നവീകരണമായിട്ടും ഇതിനു മുമ്പേ റോഡ് പണി ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സഹകരിച്ചൊരു വിഭാഗമാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഈ അങ്ങാടിയുമായി ഉപജീവനം നടത്തേണ്ടതിൻ്റെ കാര്യം അറിയുന്നതുകൊണ്ടാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വളരെ മാന്യമായി ഇവിടുത്തെ അധികൃതർ ആരാണോ അവരോട് അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പുരോഗമനമോ അല്ലെങ്കിൽ എന്ത് വികസനമോ പ്രവർത്തനങ്ങളോ ഇവിടെ വരുമ്പോൾ അതിനോടൊക്കെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തവരാണ് ഞങ്ങൾ. ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് റോഡ് പണി സമയത്ത് നല്ല വലിയ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ നമ്മുടെ നാടിനും ടൗണിനും വേണ്ടിയിട്ടാണെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് നിന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2-3 പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി. ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ആ പരീക്ഷണം എന്നുള്ള വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടുത്തെ അധികൃതർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പരീക്ഷണമാണ്. ആ പരീക്ഷണം 2-3 ദിവസം നമ്മൾ പരീക്ഷിച്ചിട്ട് അതിൽ ആർക്കെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദൂരീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2-3 പരീക്ഷണങ്ങൾ ഞാൻ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ആ പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ബസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ സ്പീഡിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അടുത്ത മീറ്റിംഗ് വിളിച്ച് പരിഹരിച്ചു.
ഇവിടെ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ പരിഷ്കരണം വന്നത് 30-ാം തീയതിയാണ് നടപ്പിലാക്കിയത്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം തീയതിക്ക് മുമ്പ് ടൗണിലെ തിരക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉള്ളൊരു മീറ്റിംഗ് 28-ാം തീയതി വിളിക്കുകയും 30-ാം തീയതി അത് നടപ്പിലാക്കുകയും ചെയ്തു. 31-ാം തീയതി തന്നെ കച്ചവടക്കാരൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും മുനിസിപ്പൽ ഓഫീസിൻ്റെയും ഇടയിലുള്ള ഈ റോഡിൻ്റെയും ഇടയിലുള്ള മുഴുവനും കച്ചവടക്കാരും വലിയ പ്രയാസത്തിലായി എന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 31-ാം തീയതി തന്നെ അധികൃതരോട് ഞങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷണമാണ് നടത്തിയത്, അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ പരീക്ഷണം നമുക്ക് മാറ്റി ചിന്തിക്കണം എന്ന് വളരെ സൗഹാർദ്ദപരമായി നമ്മൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ 22 ദിവസമായി വ്യാപാരികളും വ്യാപാരി പ്രതിനിധികളും ഇവിടെ വന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഈ സംവിധാനത്തിലില്ല. മാത്രമല്ല ഇത് അടുത്തൊന്നും മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാണില്ല. കാരണം ഏതെങ്കിലും ഒരു നീക്കം യോഗം വിളിക്കുകയോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സംവിധാനമോ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഏരിയയ്ക്കുള്ളിലുള്ള കച്ചവടക്കാരാണ്. അവരെയും കൂട്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗൗരവം ഇന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് വ്യാപാരികൾ പിരിഞ്ഞത്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.